ദൈവത്തിന് സ്തുതി. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 29 തീയതി. സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയ സ്ലീവ മൂശക്കാലം 6-ാം ഞായർ അഥവാ സ്ലീവ 3-ാം ഞായർ. ഇന്നത്തെ വചനഭാഗം. 1-ാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം 41 വാക്യങ്ങൾ 37 മുതൽ 45 വരെ. ജോസഫ് ഈജിപ്തിന്റെ അധിപൻ. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കൂടിക്കൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എന്റെ വീടിനു മേലാളായിരിക്കും. എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ചു പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നെക്കാള് വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്തു രാജ്യത്തിന് മുഴുവന് അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാലയിടുകയും ചെയ്തു. അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്തു ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിന് സാഫ്നത്ഫാനയ എന്നു പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫെറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഇന്നത്തെ വചനഭാഗം. 2-ാം വായന പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 47 വാക്യങ്ങൾ 2 മുതൽ 3 വരെയും തുടർന്ന് 8 മുതൽ 11 വരെയും. ദാവീദിനെ ഉയർത്തിയ ദൈവം. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്നപോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിന് കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിന് കുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവന് അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാന് അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുമ്പുതന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ഇന്നത്തെ വചനഭാഗം. 3-ാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. ഉന്നതത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായവൻ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവന് മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവന് അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്നു നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവന് അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 27 മുതൽ 36 വരെ. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്കു ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇതു കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്നു പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്നു പറഞ്ഞു.
യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്കു വേണ്ടിയല്ല, നിങ്ങൾക്കു വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇതു പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്നു സൂചിപ്പിക്കാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നു നീ പറയുന്നതെങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തേക്കുകൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാക്കേണ്ടതിന് നിങ്ങൾക്കു പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.